Hello, good morning. Good morning, ma'am. Yes, start ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഗൈഡ് ലൈൻസ് ഫോർ ഡിസിപ്ലിനറി പ്രൊസീജിയർ. അവിടെ ആണോ നോക്കിയേ എല്ലാവരും? Yes, ma'am. Yes. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് കൊണ്ടുവരുമ്പോൾ, അതായത് നമുക്കറിയാം there should be a proper code of conduct or rules and regulations in an organization to be followed by the employees for improving their work performance and many other things. അതായത് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ ഓർഗനൈസേഷൻസും അവർ ഫ്രെയിം ചെയ്യും ഓരോ പ്രത്യേക രീതിയിലുള്ള ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് വെച്ചാൽ അതനുസരിച്ച് എല്ലാ എംപ്ലോയീസും പ്രവർത്തിക്കുകയാണെങ്കിൽ there will be no misunderstandings, there will be no misbehavior, misconduct. ഇങ്ങനെയുള്ള മിസ്ബിഹേവിയറോ മിസ്കോണ്ടക്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ ഒന്നും എംപ്ലോയീസിന്റെ ഇടയിലോ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലൊന്നും ഉണ്ടാകില്ല. കാരണം അവര് എല്ലാവരും they are following the proper code of conduct. അവിടെയുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് എങ്ങനെയാണ് ഓർഗനൈസേഷനിൽ ഓരോ എംപ്ലോയീസും ബിഹേവ് ചെയ്യേണ്ടത്, അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി പാലിച്ചു പോകുകയാണെങ്കിൽ ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, അല്ലെ? അതൊരു സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള ചില ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഇനി പറഞ്ഞത്. അതില് 2-3 പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിചാരേ ഏതൊക്കെയാ? Prompt action should be taken. If any employee make any misconduct or violate any rule or regulation of the organization, timely action should be taken. അല്ലെ? അതായത് മാനേജ്മെന്റ് ഏതെങ്കിലും ഒരു എംപ്ലോയി ഏതെങ്കിലും രീതിയിലുള്ള മിസ്കോണ്ടക്ട് എവിടെയൊക്കെയോ സൗണ്ട് വരുന്നത്, ഞാനത് ഇടയ്ക്ക് നിർത്തിയത്. സൗണ്ട് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തിൽ എംപ്ലോയീസ് ഏതെങ്കിലും രീതിയിലുള്ള റൂൾസ് തെറ്റിക്കുക അല്ലെങ്കിൽ അവിടെയുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് ഫോളോ ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള മിസ്ബിഹേവിയർ അല്ലെങ്കിൽ മിസ്കോണ്ടക്ട് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈംലി ആക്ഷൻ, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അതിനുള്ള നടപടികൾ. എന്തുകൊണ്ടാണ് ആള് ചെയ്തത്, ആളെ അതിനെ കുറിച്ച് അന്വേഷിച്ച് അതിനുള്ള നീക്കുപോക്കുകളൊക്കെ എന്താണോ അതിന് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ് അത് അവിടെ തുടങ്ങണം. അന്വേഷിക്കുക,
ഒറ്റയടിക്ക് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നതല്ല ആക്ഷൻ എന്ന് പറയുന്നത്. ആ കാര്യത്തെ കുറിച്ച് വ്യക്തമായി അന്വേഷിക്കുക, അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണം, എത്രത്തോളം തീവ്രതയേറിയ മിസ്കോണ്ടക്ട് ആണ് ചെയ്തത് എന്നറിയണം. ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി ഐഡന്റിഫൈഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ. ഇതൊക്കെ ചെയ്യണം. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത് ടൈംലി ആക്ഷൻ എടുക്കണമെന്ന്. അത് എംപ്ലോയിയുടെ പേരിലുള്ള ടൈംലി ആക്ഷൻ എടുക്കാം, അത് പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ അതനുസരിച്ച് അപ്രോപ്രിയേറ്റ് എൻക്വയറി ഷുഡ് ബി ഡൺ ആൻഡ് ഓൾസോ ഇഫ് പോസിബിൾ പെനാൽറ്റീസ് ഷുഡ് ബി ഇമ്പോസ്ഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ എംപ്ലോയി. അത്തരം എംപ്ലോയീസ് ആരാണോ ആ കുറ്റം ചെയ്ത് കൾപ്രിറ്റ് മീൻസ് കുറ്റവാളി, ആ ചെയ്തിരിക്കുന്ന ആൾക്ക് എതിരെ എൻക്വയറീസ് നടത്തുക, ആൾക്ക് തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ ശിക്ഷ കൊടുക്കുക, പെനാൽറ്റി ആണെങ്കിൽ അങ്ങനെ. അപ്പോ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇറ്റ് വിൽ അവോയ്ഡ് വയലേഷൻസ് ബൈ എനി അതർ എംപ്ലോയി ആൻഡ് ഓൾസോ ദ സെയിം എംപ്ലോയി ഫർദർ. ഇത്തരം കാര്യങ്ങളൊക്കെ ടൈംലി ആയിട്ട് നമ്മൾ ഇടപെട്ട് ആ കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റ് എംപ്ലോയീസ് ഇത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ ഇതേ തെറ്റുകൾ തന്നെ വീണ്ടും അതേ എംപ്ലോയി ആവർത്തിക്കാതിരിക്കാനും ഒക്കെ അത് സഹായിക്കും. അതാണ് പറയുന്നത് പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. അടുത്തത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് മിസ്കോണ്ടക്ട്. ഏത് എംപ്ലോയിയും when they are making any mistake or doing any misbehavior in the organization, it should be the management should document it in the written form and it will be an evidence. അതായത് അത് എന്താണ് ആൾ വരുത്തിയ തെറ്റ് എന്നുള്ളത് റിട്ടൺ ഫോർമാറ്റില് എഴുതി തയ്യാറാക്കി ഡോക്യുമെന്റ് രൂപത്തിൽ അത് എഴുതി വെക്കണം. അത് മിസ്കോണ്ടക്ട് എന്താണ്, അതിന്റെ കോസസ് എന്താണ് എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, there will be no evidence. ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഇന്ന തെറ്റ് ചെയ്തു തെളിവായി കാണിക്കാനുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അത്തരം തെറ്റുകള് കണ്ടെത്തി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യണം എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. ആൻഡ് ദ തേർഡ് വൺ, supervisors should be trained. See, നമുക്കറിയാം well qualified and well trained supervisors അല്ലെങ്കിൽ officers should be given responsibility for maintaining discipline in an organization. ഇവിടെ ഈ ഓർഗനൈസേഷനിലെ ടീച്ചേഴ്സ് ഒക്കെ ഡിസിപ്ലിൻഡ് ആണോ അല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കാന്ന് വിചാരിക്കുക. എല്ലാവരും കൃത്യമായിട്ട് അവരവരുടെ ഡ്യൂട്ടീസ് അവരുടെ വർക്കിംഗ് ടൈമില് ആ ഒരു എന്താ പറയാ കമ്മിറ്റ്മെന്റോടുകൂടി കൃത്യമായിട്ട് എല്ലാവരും ജോലി ചെയ്യുന്നു. മറ്റ് ഏതെങ്കിലും കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ജോലിയിൽ മാത്രം എന്താ പറയാ ഒഴുകുക, അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസ് ചിലപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക, ഡിസിപ്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഏൽപ്പിച്ചിരിക്കുന്ന ആള് കുറച്ച് വെൽ ക്വാളിഫൈഡും ട്രെയിൻഡും ആയിരിക്കണം അല്ലെ. അവർക്ക് മനസ്സിലാക്കണം ഇന്ന കാര്യം ചെയ്താൽ ഇറ്റ്സ് എഗെയിൻസ്റ്റ് ദ റൂൾ. ഇവിടെ നമ്മൾ 10:30 ക്ലാസ്സിൽ തുടങ്ങും, ഒരു 10:25 ഓപ്പൺ ചെയ്ത് നമ്മൾ അടുത്ത് വന്നിട്ട് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നെറ്റ് ഒക്കെ ഓക്കെ ആണോ, സൗണ്ട് ഒക്കെ ഓക്കെ ആണോ, എല്ലാ കാര്യങ്ങളും നമ്മൾ നിരീക്ഷിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി 5 മിനിറ്റ് മുമ്പേ നമ്മൾ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത് അല്ലെ. അപ്പൊ മറ്റേതെങ്കിലും ടീച്ചേഴ്സ് ആ 30 എന്നുള്ളത് 10:30 എന്നുള്ളത് 10:35 40 ഒക്കെ ആവുമ്പോ ഐ ഷുഡ് ഹാവ് ടു ചെക്ക് ദം, മോണിറ്റർ. അതൊക്കെ ഞാൻ നോക്കണം, അന്വേഷിക്കണം അവർ ചെയ്യുന്നത്. അപ്പൊ അത് തെറ്റാണ്. 35-നല്ല 30-നാണ് ക്ലാസ് ഓപ്പൺ ചെയ്തത്. റെക്കോർഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നമ്മളുടെ സൗണ്ടും അതുപോലെ തന്നെ ക്യാമറ ഒക്കെ ഓൺ ആക്കി നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങേണ്ട സമയമാണ് 30 എന്ന് പറയുന്നത്. അല്ലാതെ കയറുന്ന സമയം 35 അല്ല. അപ്പൊ അതൊക്കെ നോക്കുക. അപ്പൊ ഒരു വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സും ഉണ്ടെങ്കിൽ ആ ഡിസിപ്ലിൻ ഒക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഓർഗനൈസേഷൻ അങ്ങനെയുള്ള ആളുകളെ നോക്കി എടുക്കണം. വെൽ ക്വാളിഫൈഡ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള supervisors also should be well known about the rules and regulations, also the discipline policy of the organization. ആ സൂപ്പർവൈസർമാർക്കും അവിടുത്തെ ഡിസിപ്ലിൻ പോളിസി, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വ്യക്തമായ അറിവുണ്ടായിരിക്കണം. എനിക്കറിയാതെ മറ്റുള്ളവരെ എനിക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് അറിവുണ്ടാകണം ഇന്നതാണ് ഇവിടുത്തെ ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ അല്ലാന്ന് വിചാരിച്ച് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിനെ നോക്കി കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുത്തെ ഡിസിപ്ലിൻ പോളിസി വ്യക്തമായിട്ട് അറിയേണ്ട ഒരാളാണ് സൂപ്പർവൈസേഴ്സ്. ഇനി ആൻഡ് ഓൾസോ മറ്റ് തരത്തിലുള്ള എന്താ പറയാ മോശമായ പ്രവർത്തികൾ, അബ്രപ്റ്റ് ആക്ഷൻസ് അവോയ്ഡ് ചെയ്യണം. കാരണം സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസുമായിട്ടുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ വരികയോ അല്ലെങ്കിൽ അവിടുത്തെ വസ്തുക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ ഇത്തരം ഈ പറയുന്ന വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഈ 3 പോയിന്റ് നമ്മൾ പറഞ്ഞത്. 3ാമത്തെ പോയിന്റ് ഓടിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞത്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? 3ാമത്തെ പോയിന്റില് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? വെൽ ക്വാളിഫൈഡ് ആൻഡ് വെൽ ട്രെയിൻഡ് എന്ന് പറയുന്ന സെന്റൻസും പിന്നെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? പറയാമോ ഒന്ന്? ഹലോ? യെസ്. സെക്കൻഡ് സെന്റൻസ് ഓൾസോ supervisors should be very clear about when and how to use the discipline policy. അതുകൂടി ഉണ്ട് കേട്ടോ. ഡിസിപ്ലിൻ പോളിസി എപ്പോ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായ ധാരണ സൂപ്പർവൈസർക്ക് ഉണ്ടായിരുന്നു.
And the next one is disciplinary action should be fair. എന്താണ് ഫെയർ എന്ന് പറയുന്നത്? അതായത് ഈക്വൽ ആൻഡ് ഫെയർ എന്ന് പറയാം. എല്ലാവർക്കും സമമായിട്ടുള്ളത്, സമത്വം എന്നുള്ളത് പോലെ എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ മാനേജ്മെന്റ് എടുക്കുമ്പോൾ there should be no പാർഷ്യാലിറ്റി, അല്ലെ? അവിടെ പക്ഷപാതം പാടില്ല. ഫെയർ ആയിരിക്കണം, അൺഫെയർ ആകാൻ പാടില്ല, ഇംപാർഷ്യൽ ആകാൻ പാടില്ല. അങ്ങനെ പക്ഷപാതരഹിതമായ അല്ലെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ള ഡിസിപ്ലിൻ പോളിസി അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ ആയിരിക്കണം മാനേജ്മെന്റ് സ്വീകരിക്കേണ്ടത്. ആരും ആയിക്കോട്ടെ, ലോവർ ലെവൽ എംപ്ലോയി ആകാം, ഹയർ ലെവൽ എംപ്ലോയി ആകാം, ഹൂവർ മേ ബി, ഏത് തരത്തിലുള്ള ആളുകളായിരിക്കട്ടെ, അവർക്ക് എതിരെ എടുക്കുന്ന ആക്ഷൻസ് മാനേജ്മെന്റ് ഒരേപോലെ ആയിരിക്കണം. ആൻഡ് ഓൾസോ വെദർ ദ violation of rules and regulations is big or small, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ചെറിയ തെറ്റുകൾക്ക് ചെറുതായിട്ടുള്ള രീതിയിലുള്ള പണിഷ്മെന്റുകൾ, വലിയ വലിയ തെറ്റുകൾക്ക് ആരാണെന്ന മുഖം നോക്കാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള രീതിയിലുള്ള പണിഷ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം. അവിടെ പക്ഷപാതം കാണിക്കാനായിട്ട് പാടില്ല. ആൻഡ് ബിഫോർ പ്രൊവൈഡിംഗ് ദ പണിഷ്മെന്റ്, ദ മാനേജ്മെന്റ് ഷുഡ് ഗിവ് അറ്റ്ലീസ്റ്റ് വൺ ചാൻസ് to the employee to clear his viewpoint. അദ്ദേഹത്തിന് ഇപ്പൊ എന്തെങ്കിലും കണ്ടു, ആളുടെ പേരിലുള്ള കുറ്റവും മറ്റു കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെട്ടു, പക്ഷെ എങ്കിലും ആ ആൾക്ക് ഒരു ചാൻസ് കൊടുക്കണം, അല്ലെ? ആളുടെ തെറ്റ് ചെയ്തത് അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ന്യായമുണ്ടോ എന്നുള്ളത് ആളുടെ പക്ഷത്ത് നിന്ന്, ആളുടെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ ഒരു ചാൻസ് ആൾക്ക് കൊടുത്തിരിക്കണം. അല്ലാതെ പണിഷ്മെന്റ് കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. സെക്കൻഡ് സെന്റൻസിൽ വെദർ തുടങ്ങി, വെദർ ദ വയലേഷൻ ഈസ് ബിഗ് ഓർ സ്മോൾ, കമ്മിറ്റഡ് ബൈ എ ഹയർ ലെവൽ എംപ്ലോയി ഓർ ബൈ എ ലോവർ ലെവൽ employee, the punishment should be given at least one chance to clear his point. കേട്ടോ, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഹൈ ലെവൽ എംപ്ലോയി ആയിക്കോട്ടെ, ലോവർ ലെവൽ എംപ്ലോയി ആയിക്കോട്ടെ, അവർക്ക് ഒരു ചാൻസ് പണിഷ്മെന്റിന് മുമ്പ് അവരുടെ പോയിന്റ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള അവസരം കൊടുത്തിരിക്കണം. ക്ലിയർ? നാലാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? പെട്ടെന്ന് പറയും. ആർക്കെങ്കിലും ക്ലിയർ ആകാത്തതുണ്ടെങ്കിൽ ഒന്ന് പറയാ. ക്ലിയർ ആയെങ്കിൽ ആരെങ്കിലും ഒന്ന് യെസോ ഒരു തമ്പോ എന്തെങ്കിലും ഇട്. തമ്പ് കാണാൻ പറ്റുന്ന പ്രസന്റ് ചെയ്തൊക്കെ ഈ വശത്ത് ഇതൊന്നത് എവിടെയാ വരണേ? ഓക്കെ. Next one, disciplinary action should be taken in private. ഇനി എന്ത് ചെയ്യണം? ഡിസിപ്ലിനറി ആക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് should be followed in an organization. നമുക്ക് പലതരത്തിലുള്ള എന്താ പറയാ കാര്യങ്ങൾ ഒഴിവാക്കാൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒഴിവാക്കാൻ ഒക്കെ ഒരു ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ പോളിസി കൊണ്ടാണ് അത് പറ്റുക. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഓഫ് എൻ ഓർഗനൈസേഷൻ. എല്ലാ എംപ്ലോയീസും ഡിസിപ്ലിൻഡ് ആക്കുക എന്നുള്ളത് വളരെ റെലവെന്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് തന്നെയാണ്. അപ്പോ അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ പണിഷ്മെന്റ് ഗിവൺ ടു ദ അൺഡിസിപ്ലിൻഡ് എംപ്ലോയി, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ നമ്മൾ ഡിസിപ്ലിൻ പോളിസി കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഇടയിൽ മേക്കിംഗ് ഫൺ ഓഫ് that particular employee, അവരെങ്ങനെ വിളിച്ചു നിർത്തിയിട്ട് എല്ലാവരുടെയും മുമ്പിലിട്ട് എന്താ പറയാ പരിഹസിക്കുന്നത് പോലെ ഒക്കെ ഉള്ള, ശരിയാണ് ആള് ചെയ്തത് തെറ്റാണെങ്കിലും അത്തരം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയിയെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഫൺ ഒരു ആക്കാതെ, ഒരു മേക്കിംഗ് ഫൺ ഓഫ് അതർ കൊളീഗ്സ്, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സ് കൊളീഗ്സിന്റെ മുമ്പിൽ ഒരു എന്താ പറയാ പരിഹാസപാത്രമാക്കാത്ത രീതിയിലാണ് പണിഷ്മെന്റുകൾ കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആൻഡ് ഇറ്റ് ഈസ് ബെറ്റർ. മാത്രമല്ല അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറോണിയസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഫോൾസ് ബിഹേവിയർ ആണ് കേട്ടോ. തെറ്റായ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സിലൂടെ, അതായത് കൃത്യമായ ഓരോ നടപടിക്രമങ്ങളിലൂടെ അവർക്ക് അത് തിരുത്താനുള്ള അവസരം കൂടി പ്രൊവൈഡ് ചെയ്യുക. അതായത് നിങ്ങൾ ചെയ്ത് തെറ്റാണ്, സോ നിങ്ങൾ ഈ ചെയ്ത തെറ്റിന് നിങ്ങൾക്കുള്ള ഒരു പണിഷ്മെന്റ് ഈ ഒരു രീതിയിലാണ് നമ്മൾ നടപടികളെ സ്വീകരിക്കുന്നത് എന്നുള്ളതൊക്കെ ആളെ പറഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കാതെ കൂടുതൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, കുറച്ച് പ്രൈവറ്റ് ആയിട്ട്, കുറച്ച് എന്താ പറയാ സ്വകാര്യമായിട്ടുള്ള പണിഷ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്തായിരിക്കും. നമുക്കറിയാം പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും അറിയും, മിക്കവാറും എല്ലാവരും അറിയും. കാരണം ഒരു ചെറിയ കാര്യം ഒരു ഓർഗനൈസേഷൻ ഉണ്ടായാൽ അത് തീ പോലെ പടരും. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എങ്കിലും അത് ആളുകൾ പറഞ്ഞു കേട്ടറിയുന്നതല്ലേ, അല്ലാതെ എല്ലാവരെയും കൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് ഇത്തരം ചെറിയ തെറ്റുകൾക്കോ അല്ലെങ്കിൽ ഗൗരവമേറിയ തെറ്റുകളാണെങ്കിലും എല്ലാവരും അറിയും. പക്ഷെ എങ്കിലും അത് സീക്രട്ട് ആയിട്ടുള്ള പണിഷ്മെന്റുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ക്ലിയർ ആയോ പോയിന്റ്? ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇൻ പ്രൈവറ്റ്.
ആ പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. അതിനകത്ത് നമുക്ക് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. ആ പോയിന്റിൽ തന്നെ എല്ലാവരും ഉണ്ട്. ഷുഡ് ബി ടേക്കൻ ഇൻ പ്രൈവറ്റ് മീൻസ് നമുക്കറിയാലോ സ്വകാര്യമായിട്ട് വലിയ പൊട്ടിഘോഷിക്കലൊന്നും ഇല്ലാതെ കൊടുക്കുക ആൾക്കുള്ള പണിഷ്മെന്റ്. ഓക്കെ, then the next one is procedure should be well defined and periodically revealed or reviewed. അതായത് നമ്മളുടെ ഈ ഏത് ഡിസിപ്ലിനറി പ്രൊസീജിയർ ആണോ ഫോളോ ചെയ്യുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചിരിക്കുന്ന ഏതൊക്കെ എംപ്ലോയീസ് ആണോ അവർക്ക് കൊടുത്തിരിക്കുന്ന പണിഷ്മെന്റുകൾ, അവർക്ക് കൊടുക്കാൻ പോകുന്ന പണിഷ്മെന്റുകൾ, ആ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണോ ഇതൊക്കെ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഇന്ന രീതിയിലാണ്. സോ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് അവരുടെ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ എന്താണോ മനസ്സിലാക്കി അതുപോലെ തന്നെ ആയിരിക്കണം ഇതാണ് ഇവിടുത്തെ ഡിസിപ്ലിൻ. അപ്പൊ അത് വായിച്ച് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ഇറ്റ് ഷുഡ് ബി ലേഡ് ഡൗൺ. ഏത് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇപ്പൊ ഈ ഓർഗനൈസേഷനിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത് നമുക്ക് പാലിക്കാനുള്ളതാണ്. ആ പാലിക്കണമെങ്കിൽ ഐ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ് റിട്ടൺ. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ് ആ നിയമം അല്ലെങ്കിൽ ആ റൂള് എന്ന് എനിക്ക് മനസ്സിലാകണം. ദ സെയിം വേ എനിക്ക് മനസ്സിലായ അതേ മീനിങ്ങിൽ തന്നെ മറ്റൊരാൾക്ക് മനസ്സിലാകണം. അല്ലാതെ ഈ എന്താ പറയാ ഡബിൾ മീനിങ് ഒക്കെ വരും ചില സെന്റൻസ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ചിലർക്ക് അതെന്താ അങ്ങനെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ രീതിയിലല്ല വേറൊരാൾ മനസ്സിലാക്കുക. അങ്ങനത്തെ ഡബിൾ മീനിങ് ദ്വയാർത്ഥങ്ങളൊക്കെ വരാത്ത രീതിയിലൊക്കെ എന്താ പറയാ അത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നതാണ്. മാത്രമല്ല ദേ ഹാവ് ദ റൈറ്റ് ടു മേക്ക് ചേഞ്ചസ് ഇൻ ദ പോളിസീസ്. ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും പോളിസീസിലും ഒക്കെ ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. പക്ഷെ ആ ചേഞ്ച് ചെയ്യുന്നതും ഇറ്റ് ഷുഡ് ബി അപ്ഡേറ്റഡ് ആൻഡ് റിവൈസ്ഡ്. അപ്ഡേറ്റ് ചെയ്ത് എംപ്ലോയീസ് അറിയണം. മനസ്സിലായോ? ഇന്ന പ്രൊസീജിയർ അയ്യോ അത് പണ്ടത്തെ ആയിരുന്നു, അതൊക്കെ മാറിയില്ലോ, നിങ്ങൾക്ക് അത് അറിഞ്ഞില്ലേ എന്നൊരു ചോദ്യത്തിന് ഇടവരരുത്. ഓക്കെ, അപ്പൊ റിവൈസ് ചെയ്യുന്ന പുതിയതായി കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഇൻ ദ പോളിസീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പോളിസീസിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും ഇഫ് ദേ ആർ മേക്കിംഗ് സം ചേഞ്ചസ് ഇറ്റ് ഷുഡ് ബി അപ്ഡേറ്റഡ് ആൻഡ് ഓൾസോ റിവ്യൂഡ്. അത് റിവ്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് എംപ്ലോയീസിനും മനസ്സിലാകുന്ന രീതിയിൽ അവരിലേക്കും എത്തിച്ചിരിക്കണം. അല്ലാതെ മാറ്റം വരുത്തി അവര് മാനേജ്മെന്റ് അതിൽ എന്തെങ്കിലും പോളിസീസിൽ മാറ്റം വരുത്തി ബട്ട് ഇറ്റ് ഈസ് നോട്ട് നോൺ. ദാറ്റ് മീൻസ് ഇഫ് ഇറ്റ് ഈസ് അൺനോൺ ടു ദ എംപ്ലോയീസ് അറിയുന്നില്ല എന്നിട്ട് എന്തെങ്കിലും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചു. സോ ഹൗ ക്യാൻ വി ടേക്ക് ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് സച്ച് എംപ്ലോയീസ്? ആ മാറ്റം വരുത്തിയത് എംപ്ലോയീസ് അറിഞ്ഞില്ല, അവരറിയാതെ അതൊരു തെറ്റാണെന്ന് അറിയാതെ എന്തോ പ്രവർത്തിച്ചു, പിന്നീട് അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് whatever the rules and regulations or policies laid by the management, it should be well known to the employees. It should be updated. It should be revised. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ഞാൻ വീണ്ടും അടുത്ത പോയിന്റിലേക്ക് പോകും. അറിയട്ടെ? യെസ്, നെക്സ്റ്റ് വൺ. യെസ്, അടുത്ത പോയിന്റ് അവിടെ അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ലല്ലോ, നോക്കിയതാണ്. ഓക്കെ, then constructive approach should be followed. Constructive approach should be followed. See, disciplinary action should be in the constructive form. ഒരു കൺസ്ട്രക്റ്റീവ് ആകുന്ന രീതിയിലാണ്. ദാറ്റ് മീൻസ് ഇത് ഇപ്പൊ ഏതെങ്കിലും ആളുകള് ഏതെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തു, ആ വയലേറ്റ് ചെയ്യുന്നവരെ പണിഷ് ചെയ്യുക എന്നുള്ള അതിലേക്ക് പോകാതെ അവരത് വയലേറ്റ് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് വരുത്താതിരിക്കാനാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് അതിനെ കൺസ്ട്രക്റ്റീവ് ഫോമിലായിരിക്കണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്, എന്നിലേക്ക് ആ പണിഷ്മെന്റോ അല്ലെങ്കിൽ ഒരു പെനാൽറ്റിയോ ഇമ്പോസ് ചെയ്യാൻ അത് നോക്കിയിരിക്കുന്നു. അങ്ങനെയല്ല മാനേജ്മെന്റോ ഓർഗനൈസേഷന്റെ മറ്റ് ഹയർ അതോറിറ്റീസോ തീരുമാനിക്കേണ്ടത്. പകരം ഞാനത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസിയും എനിക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവിടെ ആൾ അങ്ങനെയുള്ള തെറ്റുകൾ, മിസ്ബിഹേവിയറോ മിസ്കോണ്ടക്റ്റോ ചെയ്യാൻ ഇടവരുന്നില്ല. മനസ്സിലായോ? ആ ഒരു ബോധ്യത്തിലേക്ക് വരണ്ടേ, അല്ലാതെ ആളത് ചെയ്തിട്ട് നമുക്ക് ശിക്ഷിക്കാം എന്നുള്ള ബോധ്യത്തിലേക്കല്ല വരേണ്ടത്. മനസ്സിലായോ? അപ്പൊ അവോയ്ഡിങ് ദ വയലേഷൻസ് റാദർ ദാൻ ഇമ്പോസിംഗ് പെനാൽറ്റീസ്. അപ്പൊ നമ്മളുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ, ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുമ്പോൾ അതൊരു കൺസ്ട്രക്റ്റീവ് ഫോമിലായിരിക്കണം. ഇറ്റ് ഷുഡ് ഫോക്കസ് ഓൺ അവോയ്ഡിങ് വയലേഷൻസ്, ലംഘനങ്ങൾ ഒഴിവാക്കുക, അതല്ലാതെ rather than imposing പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുന്നതല്ല ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ക്ലിയർ ആണോ?
അപ്പോ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. The disciplinary action should focus on avoiding the violations rather than imposing penalties. അപ്പൊ ഇല്ലേ നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് അണ്ടർലൈൻ ചെയ്യട്ടെ. ഇറ്റ് ഷുഡ് ഫോക്കസ് ഓൺ എന്നാണ്. ആ ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിസിപ്ലിനറി ആക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ സെന്റൻസ് ചേർത്ത് വായിക്കണം. എന്നിട്ട് ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. It should focus on avoiding violations. It എന്ന് പറയുന്നത് disciplinary action should focus on avoiding the violations rather than imposing penalties. Clear ആയോ? So these are the guidelines for disciplinary procedure. But disciplinary procedure ന്റെ പ്രധാനപ്പെട്ട ഗൈഡ് ലൈനുകളാണ് നമ്മൾ ഈ പറഞ്ഞ 7 പോയിന്റുകൾ. ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോകാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. എന്തിനാണ് ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ? For what is the purpose of creating or conducting discipline in an organization? Discipline കൊണ്ട് എല്ലാ ആവശ്യമുണ്ടോ? എന്തിനാ ഈ പറയുന്ന എംപ്ലോയീസ് വരുന്നു, അവരെ ജോലി ചെയ്ത് അവരെങ്ങനെയും ജോലി ചെയ്ത് പോട്ടെ എന്ന തീരുമാനത്തിൽ മതിയോ? എന്തിനാ നമ്മൾ ഇങ്ങനെ ഒരു അച്ചടക്കവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത്തരം നല്ല രീതിയിലുള്ള ബിഹേവിയർ ഒക്കെ ഓർഗനൈസേഷനിൽ വേണമെന്ന് ഓർഗനൈസേഷൻ വാശി പിടിക്കുന്നു? അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? Let's see, there are different importance of discipline in an organization for the proper functioning. Discipline plays an important role തന്നെ എന്ന് പറയാം. അതായത് ഒരു ഓർഗനൈസേഷന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങില് എന്താ പറയാ ഡിസിപ്ലിന് വളരെയധികം നല്ല ഒരു പ്രാധാന്യമുണ്ട്. അതിന്റെ പ്രാധാന്യങ്ങളാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. എത്ര പ്രാധാന്യം ഉണ്ടെന്ന് അറിയോ? 4 ഉണ്ട്. which are improves employees behavior, second one provides security to employees, third one improves performance, and the fourth one increases organization's profit. Okay, അപ്പൊ എംപ്ലോയീസിന് ഈ ഡിസിപ്ലിൻ ആക്കി മാറ്റിയാൽ, ഡിസിപ്ലിൻഡ് ആക്കി മാറ്റിയാൽ എല്ലാ എംപ്ലോയീസും ഫോളോ ചെയ്യേണ്ടതായ ഡിസിപ്ലിൻ പോളിസീസ് ഫ്രെയിം ചെയ്താൽ ഇതുകൊണ്ട് പല പ്രാധാന്യവും അല്ലെങ്കിൽ പല നേട്ടങ്ങളും ഒരു ഓർഗനൈസേഷനിലുണ്ട്. എന്തൊക്കെയാണ് അത്? ഒന്ന് പറയുന്നു, ഇംപ്രൂവ്സ് എംപ്ലോയീസ് ബിഹേവിയർ. എംപ്ലോയിയുടെ ബിഹേവിയറിനെ, അവരുടെ പെരുമാറ്റത്തെ ഇംപ്രൂവ് ചെയ്യുന്നു. മനസ്സിലായോ? അതായത് നമ്മൾ പല രീതിയിലും ഉഴപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് ജോലി ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ആഫ്റ്റർ ജോയിനിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഫോർ എ ജോബ്, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ we have to follow the rules and regulations and the policies in that particular organization. നമ്മളായിരിക്കുന്ന ആ ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം അല്ലെ? സോ ഇറ്റ് വിൽ മേക്ക് ദ എംപ്ലോയീസ്, ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും അതൊരു റുട്ടീൻ ആയിട്ട് മാറുന്നു. നമ്മൾ എല്ലാ ദിവസവും വരുന്നു, അച്ചടക്കത്തോടെ ജോലി ചെയ്യുന്നു അല്ലെ? മറ്റ് ഏതെങ്കിലും കാര്യത്തിലൊക്കെ പോയിട്ട് ആവശ്യമില്ലാതെ ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ ജോലിയുടെ സമയത്ത് മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ജോലിക്ക് ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക, അവരുടെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നശിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറെ മിസ്കണ്ടക്റ്റിലൊക്കെ ഏർപ്പെട്ട് കഴിയുമ്പോൾ അതെന്ത് പറ്റും? അത് നമ്മളുടെ സ്വഭാവത്തെ വീണ്ടും വീണ്ടും മോശമാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളൊരു ഓർഗനൈസേഷനിൽ നമ്മൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നു, നമ്മുടെ കൃത്യമായ ടൈമിങ്ങിൽ നമ്മൾ എത്തുന്നു, ടൈമിങ്ങിൽ തന്നെ ലീഡ് ചെയ്യുന്നു, ജോലി വളരെ എന്താ പറയുക നമ്മുടെ പെർഫോമൻസ് വളരെ കമ്മിറ്റ്മെന്റോടുകൂടെ, വളരെ ഹാർഡ് വർക്കോടുകൂടെ, വളരെ എന്തോസിയാസ്റ്റിക് ആയിട്ട്, ഒരു ഗുഡ് മൊറൈൽ എംപ്ലോയി ആയിട്ട് എല്ലാം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ ആസ് ഇറ്റ് ബിക്കംസ് എ ഹാബിച്വൽ, അതിങ്ങനെ ചെയ്ത് ഓരോ ദിവസം ഒരു ദിവസം ചെയ്യുന്നു, 2 ദിവസം ചെയ്യുന്നു, 3-4 ദിവസം അങ്ങനെ റുട്ടീനിലേക്ക് നമ്മുടെ പെരുമാറ്റത്തില് പല രീതിയിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരും. ദാറ്റ് മീൻസ് ഇഫ് യു ആർ ഗോയിങ് ടു വയലേറ്റ് എനി റൂൾ, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും റൂൾസ് വയലേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ഡിസിപ്ലിൻ പോളിസി ആലോചിക്കും. സോ വി വിൽ ഗെറ്റ് എ ടൈം ടു കറക്റ്റ് അവർസെൽവ്സ്. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾക്ക് വരാൻ പോകുന്ന ആ തെറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ചെയ്യാൻ പറ്റും ഫ്രം ടൈം ടു ടൈം അല്ലെ? അപ്പൊ അതൊക്കെ ഒരു എംപ്ലോയിയെ നല്ലൊരു ബിഹേവിയറിലേക്ക് കൊണ്ടുവരുന്നതിന്റെ സൂചനയാണ് അല്ലെ? ഞാൻ പല രീതിയിലും പുറത്ത് ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പല രീതിയിലും ചിലപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ പിന്നെ ഒരു ഓർഗനൈസേഷൻ നമുക്ക് ജോലി എത്തിക്കുമ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നല്ല കൃത്യമായ രീതിയിൽ ഓരോ ദിവസവും ഫോളോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റിൽ ഏർപ്പെടാൻ നമുക്ക് പറ്റില്ല
കാരണം നമ്മൾ തന്നെ അപ്പൊ കറക്റ്റ് ചെയ്യും, അയ്യോ അത് തെറ്റാണ്. വി കനോട്ട് ഡു ദാറ്റ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് അഗേൻസ്റ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അത് ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അഗേൻസ്റ്റ് ആണ് എന്ന ബോധ്യം എനിക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അതിങ്ങനെ നമ്മൾ ചെയ്ത് വി വിൽ മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് ഓൾസോ ദർ വിൽ ബി ചേഞ്ച് ഇൻ അവർ ബിഹേവിയർ. തീർച്ചയായിട്ടും അത് നമ്മളുടെ ബിഹേവിയറിൽ വരും. അതങ്ങനെ ചെയ്താൽ വി നോ ദാറ്റ് ദർ വിൽ ബി പണിഷ്മെന്റ് ഓർ പെനാൽറ്റി. നമുക്ക് പലതരത്തിലുള്ള പണിഷ്മെന്റുകൾ കിട്ടും, പെനാൽറ്റി ഇമ്പോസ് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് ബോധ്യം വന്നു. ആ ബോധ്യമുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത്തരം തെറ്റുകളിൽ വീഴാതിരിക്കാനായിട്ട് പറ്റും. അതാണ് ഒരു ആളുടെ എന്താ പറയാ, എംപ്ലോയിയുടെ ബിഹേവിയർ ഇംപ്രൂവ്മെന്റ് വരുന്നു എന്നുള്ളതിന്റെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. ആൻഡ് സെക്കൻഡ് വൺ, ഈ പോയിന്റുകൾ 4 ആ ഒരു പോയിന്റിന്റെ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത് അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്. While we are following the discipline policy in an organization, it will give security to the employees. അതായത് ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തില്ല, നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ നല്ല ബിഹേവിയർ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് വേറൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. വി ക്യാൻ ഡു അവർ ഡ്യൂട്ടീസ് വെൽ. നമ്മൾക്ക് ആർക്കും പേടിയില്ലാതെ നമുക്ക് വളരെ സെക്യൂർഡ് ആയിട്ട്, നമുക്കറിയാം അങ്ങനെയുള്ള ജോലിക്കാരെയൊക്കെ മാനേജ്മെന്റ് ചേർത്ത് പിടിക്കും, അല്ലെ? കാരണം അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കും, അവരുടെ ഉയർച്ച ആഗ്രഹിക്കും. ഇപ്പൊ ഒരു എംപ്ലോയി നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു, അവർ ഡിസിപ്ലിൻഡ് ആണ്, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഡിസിപ്ലിൻ മാറ്റേഴ്സിലൊന്നും അവര് ഇൻക്ലൂഡഡ് ആകുന്നില്ല. അങ്ങനെയുള്ള എംപ്ലോയീസിനോട് ഒരു പ്രത്യേക പരിഗണന, മതിപ്പ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഒബിയസ്ലി ഉണ്ടാക്കും. സോ അങ്ങനെ വരുമ്പോ ഇറ്റ് വിൽ ലീഡ് ടു, അങ്ങനെ വരുമ്പോ അങ്ങനെയുള്ള പ്രത്യേകം ഒരു ഇൻട്രസ്റ്റ് അത്തരം എംപ്ലോയീസിനോട് ഉണ്ടാകുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രോത്ത്, അത്തരം എംപ്ലോയീസിന് എന്തെങ്കിലും തരത്തിലുള്ള വളർച്ചയ്ക്ക് കാരണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. പ്രൊമോഷൻ, ഈവൻ പ്രൊമോഷൻ ആയിരിക്കാം, മറ്റേതെങ്കിലും തരത്തിലുള്ള റിവാർഡുകളുടെ രൂപത്തിലായിരിക്കാം. അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ അത്തരം എംപ്ലോയീസിന് കിട്ടും. അപ്പോ നമുക്കറിയാം എല്ലാ എംപ്ലോയീസും, ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഹാവ് ഡിഫറെന്റ് നേച്ചർ, അല്ലെ? എല്ലാവർക്കും പല പല രീതിയിലുള്ള സ്വഭാവം, പല രീതിയിൽ ബിഹേവ് ചെയ്യും. അപ്പോ ചില ആളുകളുണ്ട് ബാഡ് ബിഹേവിയർ, മിസ്കോണ്ടക്ട്, എപ്പോഴും ഇങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക, അഗെയിൻസ്റ്റ് ആയിട്ട്, റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇത്തരം എംപ്ലോയീസ് എന്താ ചെയ്യാന്നറിയും, ഇങ്ങനെ എപ്പോഴും മിസ്കോണ്ടക്ട് ചെയ്യുന്നു, മിസ്ബിഹേവ് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു പ്രവണതയുണ്ട്. They also include other fellow employees to their group. അവരെന്ത് ചെയ്യുന്നറിയോ, മറ്റ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഫെല്ലോ എംപ്ലോയീസിനെയും അവരുടെ ആ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ക്ഷണിക്കും. അവരെ കൂടി ചീത്തയാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ചീത്തയെ ഒരു ഗ്രൂപ്പിനകത്ത് ഒരാളെങ്കിലും ചീത്തയുണ്ടെങ്കിൽ, ഒരാൾ മാത്രം ചീത്തയുണ്ടെങ്കിലും ആ മൊത്തം ഗ്രൂപ്പിനെ ചീത്തയാക്കാൻ അധികം സമയമൊന്നും വേണ്ട. അതേസമയം ആ ഒരു വലിയ ഗ്രൂപ്പ് ഒരാൾ മാത്രം നല്ലതുള്ളൂ, ബാക്കിയെല്ലാം ചീത്തയാണ്, പൊട്ടയാണെങ്കിൽ ആ ഒരെണ്ണത്തിന് എങ്ങനെയെങ്കിലും ചീത്തയാക്കാനേ നോക്കുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരെയും നന്നാക്കാനായിട്ട് വളരെ ഡിഫിക്കൽട്ടാണ്. മനസ്സിലായോ? അപ്പൊ അതുപോലെയാണ്. അപ്പൊ മറ്റുള്ളവരൊക്കെ ശരിക്കും അത് കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല, കൂടി അതാ ഇങ്ങനെ ഒരു പണിഷ്മെന്റ്, അത് ഇത്ര ശരിയായ കാര്യമാണ്, കണ്ടോ? അങ്ങനെ അവരെ സ്വാധീനിക്കും. അപ്പൊ അവർ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എല്ലാ ഓർഗനൈസേഷനിലും ഇമ്പോർട്ടന്റ് ആണ്. ബാഡ് ബിഹേവിയർ ആയിട്ടുള്ള എംപ്ലോയീസ് മറ്റ് എംപ്ലോയീസിന്റെ അവരുടെ ജോലിയെ കൂടി തകർക്കും, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിനെ കൂടി ചീത്തയാക്കും. സോ പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി ക്യാൻ പ്രൊട്ടക്ട് എംപ്ലോയീസ്. അതായത് നല്ല രീതിയിലുള്ള എംപ്ലോയീസിനെ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയി മാറും. ആരാണെങ്കിൽ നല്ല പ്രോപ്പർ ഡിസിപ്ലിൻ ഒക്കെ ഫോളോ ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ they will become high performers, നല്ല പെർഫോമേഴ്സ് ആയി തീരും. ആൻഡ് ഓൾസോ they will be influenced. കമ്പനിക്ക് ഭയങ്കര എന്താ പറയാ, അവരോടുള്ള പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോ എന്താ പറയാ, അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക്, അത്തരം എംപ്ലോയീസിനെ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് എന്താണ് പറയാ, അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ഫീലിംഗ് ഉണ്ടാവില്ല, ഒരു സെക്യൂരിറ്റി ഫീലിംഗ്. കാരണം അത് എപ്പോ ആണെങ്കിലും എടുത്ത് കളയാം, കാരണം അവരുടെ മിസ് ബിഹേവിയർ തന്നെ അവരെപ്പോ ആണെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് പുറത്ത് കളയും. പക്ഷേ ഇഫ് യു ആർ ഡിസിപ്ലിൻഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ, അത്തരം എംപ്ലോയീസിനെ ചേർത്ത് പിടിക്കാനായിരിക്കും ഓർഗനൈസേഷൻ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ താല്പര്യം കാണിക്കുക. ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫ് ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റിലെ ഫസ്റ്റ് പാരഗ്രാഫ് ആണ്. സോ the discipline policy should
clearly define the consequences of the misconduct done by the employees. ഏതെങ്കിലും തരത്തിലുള്ള എംപ്ലോയീസ് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറ്റങ്ങളൊക്കെ ചെയ്യാം, തെറ്റുകൾ ചെയ്യാം, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അതിന്റെ പ്രതിഫലം എന്തായിരിക്കും, അതിന്റെ അനന്തര ഫലങ്ങൾ, ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരിക്കും എന്നുകൂടി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ വരുമ്പോ അത് ചെയ്യാനായിട്ട് മടിക്കും എല്ലാവരും. അപ്പൊ അങ്ങനെയുള്ള ഒരു പോളിസിയാണ് ഓർഗനൈസേഷനിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത്തരം ഒരു പോളിസി സെക്യൂരിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നു, അത്തരം ഒരു പോളിസി ഒക്കെ ഫൈൻ ചെയ്യുമ്പോൾ ഒരു സെക്യൂരിറ്റി എംപ്ലോയീസിന്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് അത് പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായോ? അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്താൽ ഇതാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, ഇതിന്റെ കോൺസിക്വൻസ് ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കൃത്യമായ സൂചന അല്ലെങ്കിൽ കൃത്യമായ വ്യക്തമായ ആളുകൾ എംപ്ലോയീസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ലിയർ ആയിട്ട് അവർക്ക് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റുകൾ ചെയ്യാനോ അത്തരം മിസ്കോണ്ടക്ട് പ്രവർത്തിക്കാനോ എംപ്ലോയീസ് തയ്യാറാകില്ല. സോ ഇറ്റ് വിൽ പ്രൊവൈഡ് സെക്യൂരിറ്റി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, ഡിസിപ്ലിൻ ആകുമല്ലോ. ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ they will feel secured. എല്ലാ എംപ്ലോയീസിനും ഒരു സെക്യൂരിറ്റി ഫീലിംഗ് വരും. കാരണം ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനിവിടെ എല്ലാം കൃത്യമായി ചെയ്യുന്നു, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലെ തന്നെ ഫോളോ ചെയ്താണ് ഞാനിവിടെ ജോലിക്ക് വരുന്നതും പോകുന്നതും ഒക്കെ, എവറിത്തിങ്. അപ്പൊ എനിക്ക് പേടിയില്ല. വട്ടമാർ ആരെങ്കിലും ഒക്കെ നമ്മളോട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി ആർ ഫോളോയിങ് ദ ഡിസിപ്ലിൻ പോളിസി ഇൻ ദ ഓർഗനൈസേഷൻ. അതല്ലാത്തവർക്ക് പേടി, അവർക്ക് സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ജോലി തെറിക്കാം. കാരണം എന്താ, അവരുടെ പ്രവർത്തനങ്ങളാണ്, അത് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷെ ചില ആൾക്കാർ എന്നാലും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ചിലര് ഒരു പ്രാവശ്യം പണിഷ്മെന്റ് കിട്ടി കഴിയുമ്പോൾ അതിൽ നിന്ന് പിന്മാറും. പിന്നെ ആ വഴിക്കേ പോകില്ല അത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ. ക്ലിയർ ആണല്ലോ? ആൻഡ് അഗെയിൻ അടുത്ത ഇമ്പോർട്ടൻസ് ഡിസിപ്ലിൻ പോളിസി കൊണ്ടുവരുന്നതിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് ഇംപ്രൂവ്സ് പെർഫോമൻസ്. ഇഫ് ദ എംപ്ലോയീസ് ആർ വെൽ ഡിസിപ്ലിൻഡ്, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസ് എപ്പോഴും ഇങ്ങനെ കൂടി തന്നെ നിൽക്കും, എന്ന് വെച്ചാൽ ഇംപ്രൂവ്ഡ് ആയിട്ട് നിൽക്കും. കാരണം എന്താ, നമ്മൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുശാസിക്കുന്നു, അവിടുത്തെ എന്താ പറയാ ടൈമിങ്ങിനനുസരിച്ച് ജോലി ചെയ്യുന്നു, കൃത്യമായിട്ട് നമ്മൾ ജോലി ചെയ്യാണ്. അപ്പോ ദർ വിൽ ബി നോ നമ്മളുടെ ആ ഒരു എഫിഷ്യൻസി, എംപ്ലോയീസ് അവരുടെ ആ എന്താ പറയാ ഇഫക്റ്റീവ്നെസ്, അവരുടെ ജോലി ചെയ്യാനുള്ള ആ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഒക്കെ ഇങ്ങനെ വർദ്ധിക്കും. അപ്പൊ ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി ഫോളോ ചെയ്ത എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ആൻഡ് ഓൾസോ they can deal with several എങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുമ്പിൽ വന്നാലും അവർക്കതൊക്കെ കൃത്യമായിട്ട് എന്താ പറയാ അതിനെയൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ആര് എതിരാളികൾ വന്നോട്ടെ, കോമ്പറ്റീറ്റേഴ്സ് വന്നോട്ടെ, അല്ലെങ്കിൽ മറ്റ് എംപ്ലോയീസ് വേണ്ടി ആർ ക്രിയേറ്റിംഗ് എനി ഇൻഡിസിപ്ലിൻ, അതായത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക വേറെ എംപ്ലോയീസ്, അതിനെയൊന്നും പേടിക്കില്ല. അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും പേടി ഉണ്ടാവില്ല. ബിക്കോസ് ദേ ക്യാൻ ഈസിലി ഡീൽ വിത്ത് ദം. അത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നത് ഇഫക്റ്റീവായിട്ട് അത് ഡിസിപ്ലിൻ പോളിസീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന എംപ്ലോയീസിന് പറ്റും. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദെയർ പെർഫോമൻസ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാം. ഓക്കെ, ഇപ്പൊ ചില ആൾക്കാരുണ്ട് അവിടുത്തെ ലോ ആൻഡ് ഓർഡേഴ്സ് ഡിസൊബേ ചെയ്യുക, അതായത് അനുസരിക്കാതിരിക്കുക. മാത്രമല്ല ചില എംപ്ലോയീസിന്റെ അറിഞ്ഞോ അറിയാതെ അവരുടെ പെർഫോമൻസ് ലെവൽ വളരെയധികം ആവശ്യത്തിന് എന്ന് വെച്ചാൽ ഡിസൈബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാതിരിക്കുക. ഇത്ര യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ വേണം, അല്ലെങ്കിൽ ഇത്ര പെർഫോമൻസ് ആണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ചില എംപ്ലോയീസ് അവിടെ വരെ എത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഡിസിപ്ലിൻ പോളിസി ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. മാത്രമല്ല ചില എംപ്ലോയീസ് will not have concentration in their job. അവരുടെ ജോലിയിൽ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. പിന്നെ നോൺ ഡെഡിക്കേഷൻ ഉണ്ടാവില്ല. ബിക്കോസ് അവരുടെ ജോലി എന്താണ്, ഡ്യൂട്ടീസ് എന്നൊന്നും അറിയാതെ ആ ഡ്യൂട്ടീസിനോടുള്ള ഡെഡിക്കേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുക. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം വേസ്റ്റേജ് ഓഫ് ടൈം അറ്റ് ദ വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്ത് വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ടോ മറ്റുള്ളവരോട് വർത്താനം പറഞ്ഞോ സമയം കളയുക, ഇതൊക്കെ ഡിസൊബീഡിയൻസിന്റെ ഒരു ഭാഗമാണ്. മനസ്സിലായോ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്, അങ്ങനെയുള്ള അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. സോ അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് their performance will be very low. പക്ഷെ if the employees are disciplined, following discipline policy well, നല്ല രീതിയിൽ ഡിസിപ്ലിൻ പോളിസി ഒക്കെ ഫോളോ ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ it improves their performance. അത് അവരുടെ പെർഫോമൻസിനെ വർദ്ധിപ്പിക്കും എന്നാണ്. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? യെസ്. ഓക്കെ, then the next one is
increases organization's profit. Increases organization's profit. Ultimately, if the employees in an organization, those who are working in organization, all the employees are disciplined. എല്ലാ എംപ്ലോയീസും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? The performance will improve. അവിടുത്തെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ആകും. പെർഫോമൻസ് ഇംപ്രൂവ് ആയാൽ എന്ത് പറ്റും? ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്ടിവിറ്റി. അവിടുത്തെ ഉൽപാദനക്ഷമത വർദ്ധിക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി, ഗുഡ്സ് ഓർ സർവീസസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളായിക്കോട്ടെ സേവനങ്ങളായിക്കോട്ടെ, അതങ്ങോട്ട് ആ പ്രൊഡക്ടിവിറ്റി, അതിന്റെ ആ ഒരു പ്രൊഡക്ഷൻ ഉൽപാദനം വളരെയധികമാകും. കാരണം എന്താ? എല്ലാവരും ഡിസിപ്ലിൻഡ് ആണ്. ഒരാള് പോലും ഇൻഡിസിപ്ലിൻ അല്ല. അപ്പൊ എല്ലാവരും ഡിസിപ്ലിൻ പോളിസീസ് ഫോളോ ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോ ഓരോരുത്തരും നല്ല ഇഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യും. അവരുടെ പെർഫോമൻസ് കൂടും. മനസ്സിലായി? ഉഴപ്പില്ല ആരും. എല്ലാവരും കൃത്യതയോടെ ഹാർഡ് വർക്കിംഗില് കമ്മിറ്റ്മെന്റോടുകൂടി ജോലി ചെയ്യുന്നു. അവിടെ പെർഫോമൻസ് അപ്പൊ എന്ത് ചെയ്യും? വളരെ ഹൈ ആകും. പെർഫോമൻസ്, എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഹൈ ആയാൽ അതിന്റെ അർത്ഥം അവിടുത്തെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുക. ഗുഡ്സ് ഓർ ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അവിടുത്തെ ആ ഉൽപാദനം വർദ്ധിക്കുന്നു. സാധനങ്ങളോ സേവനങ്ങളോ എന്തോ ആയിക്കോട്ടെ, ആ ഉൽപാദനം വർദ്ധിക്കും. ഉൽപാദനം വർദ്ധിച്ചാൽ, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഇൻക്രീസസ് ദ ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ്. അത് എന്താ പറയാ, സ്വാഭാവികമായിട്ടും ഉൽപാദനം അല്ലെങ്കിൽ ഉൽപാദനക്ഷമത വർദ്ധിച്ചാൽ എംപ്ലോയീസിന് കൂടുതൽ പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ എന്ത് പറ്റും? അതൊക്കെ വിറ്റ് അവർക്ക് കൂടുതൽ ഓർഗനൈസേഷനിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ പോയിന്റ് ക്ലിയർ ആയോ? ഇൻക്രീസസ് ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ്. So once if the employees are given effective input, നമ്മൾ നല്ല രീതിയിലുള്ള ഇൻപുട്ട് ഓർഗനൈസേഷനിലേക്ക് ഓരോ എംപ്ലോയീസും കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? ഔട്ട്പുട്ട് വർദ്ധിക്കും. ഔട്ട്പുട്ട് കൂടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി കൂടും. അത്രേ ഉള്ളൂ അല്ലെ? ഞാൻ നല്ല രീതിയിൽ പഠിപ്പിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എന്റെ പഠിപ്പിക്കലാണ്, ടീച്ചിങ് ആണ്. അത് ഏത് രീതിയിൽ ഞാൻ ടീച്ച് ചെയ്യുന്നു എന്നുള്ളത് അതിന്റെ റിസൾട്ട് തരും. എങ്ങനെ തരും? എങ്ങനെ, ഏതൊക്കെ രൂപത്തിൽ തരും? ഒന്ന്, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾ എക്സാംസ് കൊടുക്കുമ്പോൾ എക്സാമിന്റെ റിസൾട്ടിലൂടെ. സോ ഐ ബി ഹാപ്പി അല്ലെ? ഓർഗനൈസേഷനെ എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കൊക്കെ ഉണ്ട്. ആ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവർ ഓർത്തിരുന്ന് പഠിച്ച് നല്ല റിസൾട്ടിലൂടെ നല്ലൊരു ഔട്ട്പുട്ട് എന്ന് പറയും. സെയിം വേ മറ്റൊരു ഔട്ട്പുട്ട് കൂടി നമുക്ക് കിട്ടും. എന്ത് കിട്ടും? നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഈ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ഒരു 10 അല്ലെങ്കിൽ ഒരു 10 ആളോടോ 10 15 ആളുകളോടോ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചിട്ട്, ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളെ കുറിച്ചിട്ട്, HRM കോഴ്സ് നമ്മളിവിടെ സ്മാർട്ട് സിറി കൺസൾട്ടൻസിയിൽ പഠിക്കുകയാണ്. നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ്, കുഴപ്പമൊന്നുമില്ല. ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സ് ആണെങ്കിൽ കൂടി ആദ്യമൊക്കെ മേടിച്ചു, കാശ് പോയി, രജിസ്ട്രേഷൻ പൈസ പോയി എന്ന് തോന്നണേ. എങ്ങനെ ഫേക്ക് ആണോ എന്നൊന്നും അറിയില്ല. കാരണം പുറത്തൊക്കെ പല റേഞ്ചില് പല എന്താ പറയാ, നമ്മൾക്ക് തന്നേക്കണ നിങ്ങളുടെ എമൗണ്ടിന്റെ തൊട്ടിപ്പുറത്ത് ഒരു 0 കൂടി ഇട്ട് ഒരു 5 ഡിജിറ്റ് നമ്പർ ആക്കി മാറ്റിയാലാണ് ഈ കോഴ്സ് ഒക്കെ നമുക്ക് പുറത്ത് കിട്ടുള്ളൂ അല്ലെ? ഒരു 5 ഡിജിറ്റ് അക്കത്തിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. 45,000, 40,000, 50,000 ഒക്കെ കൊടുത്തിട്ടാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇതേ കോഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇത് ഓഫർ ചെയ്തപ്പോ you may have doubted that it's fake. തീർച്ചയായിട്ടും പല ആളുകളുടെയും മനസ്സിലുണ്ടായിട്ടുണ്ടാവും ഇത് ഫേക്ക് ആണ് എന്ന് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ ഫീസ് ഇത്ര രൂപയെ കൊടുത്തിട്ടുള്ളൂ, അതെങ്കിലും പോണെങ്കിൽ പോട്ടെ, ഫേക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടോ, ഇവിടെ പഠിപ്പിക്കാനുണ്ടോ, ഓക്കെ, ഇതൊക്കെ ചിലപ്പോ ആളുകൾ വെരി ഗുഡ്, താങ്ക് യു അനീഷ ഫോർ യുവർ കോംപ്ലിമെന്റ്സ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സംശയം വരും. ഒബ്വിയസ്ലി ഞാനാണെങ്കിൽ പോലും എനിക്ക് സംശയം വരും, ഇതെന്താ അങ്ങനെ അവിടെ അത്രയും കൊടുത്തിട്ട് ഇവിടെ ഇത്ര. സോ വി വിൽ കമ്പയർ ഇറ്റ് വിത്ത് ദ ക്വാളിറ്റി. ടീച്ചിങ് ഇത്രയും പൈസ കൊടുക്കുന്നുണ്ട്, ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ഭയങ്കര ഹൈ ആയിരിക്കും, ഭയങ്കര സൂപ്പറായിട്ടൊക്കെ പഠിപ്പിക്കും. ഇത് പൈസ കുറവാണല്ലോ, അപ്പൊ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, നമ്മൾ ഡൗട്ട് ചെയ്യും. അത് മനുഷ്യ സഹജമാണ്, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ഇൻക്ലൂഡിങ് മീ, എന്റെയും അതുപോലെ തന്നെ. അത് നമ്മുടെ മനുഷ്യരുടെ രീതിയാണ്. ഒരു കാര്യം തന്നെ രണ്ട് ഭയങ്കര ഡിഫറൻസ് ഇൻ റേഞ്ചില് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മളത് കമ്പയർ ചെയ്തിട്ട് വിചാരിക്കും, അപ്പൊ ആ ചെറിയ പൈസക്കുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? ലോ ക്വാളിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും അല്ലെ? അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും?
നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കേട്ടു, ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ കേട്ടു. ഒരു 5 or 10 ആള് നമ്മുടെ ഫ്രണ്ട്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, നമ്മുടെ കസിൻസ് ആകാം, ആരോടെങ്കിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇന്ന് കോഴ്സ് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നെങ്കിൽ നിങ്ങൾ സ്മാർട്ട് സിറ്റിയിൽ ചേർന്നോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, സൂപ്പർ ക്ലാസ്സസ് ആണ് എന്ന് 10 ആളോട് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ അനദർ പ്രൊഡക്ടിവിറ്റി. കണ്ടോ, അവിടെയും ഔട്ട്പുട്ട് മറ്റൊരു രീതിയിലും അവിടെ നമുക്ക് കിട്ടുകയാണ്. സോ ആ ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഒരു 10 പേര് കൂടി നിങ്ങൾ ഓരോരുത്തരിൽ നിന്ന് അല്ലെങ്കിൽ 2 or 3 പേര് വെച്ച് നിങ്ങൾ ഓരോരുത്തരും റെക്കമെൻഡ് ചെയ്തിട്ട് അവർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റുഡൻസിനെ കിട്ടും. സോ ഒബ്വിയസ്ലി ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഹൈ പ്രോഫിറ്റബിലിറ്റി. കിട്ടൂലേ? ഞാൻ സ്മാർട്ട് സ്ക്രീനെ വെച്ച് കളിച്ചതാണ് എക്സാമ്പിൾ പറഞ്ഞ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സന്തോഷമില്ലല്ല? സ്മാർട്ട് സ്ക്രീനെ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടാണോ? ഓക്കെ, യെസ്. അപ്പൊ അതാണ്, അപ്പൊ ഇതാണ്. അപ്പൊ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതുകൊണ്ടുള്ള ചില ഇമ്പോർട്ടൻസുകളാണ് നമ്മളിപ്പോ കണ്ടത്. 4 ഇംപ്രൂവ്സ് എംപ്ലോയീസ് ബിഹേവിയർ. എംപ്ലോയിയുടെ ബിഹേവിയറിനെ മാറ്റിമറിക്കാൻ ഡിസിപ്ലിൻ പോളിസി വളരെ നല്ല രീതിയിൽ ഫോളോ ചെയ്യാനെങ്കിൽ പറ്റും. Provide security to employees. Employees വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് while they are behaving in the organization, they feel a security. അല്ലെ, അവർക്ക് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് എംപ്ലോയീസിന് ഉണ്ടാകും. എന്ന് വെച്ചാൽ ഞാൻ സെക്യൂർഡ് ആണ്, ബിക്കോസ് ഐ ഹാവ് നോട്ട് അഫ്രൈഡ് ഓഫ് എനിത്തിങ്. എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓർഗനൈസേഷന് കൃത്യമായ കോഡ് ഓഫ് കോണ്ടാക്ട്, റൂൾസ്, റെഗുലേഷൻസ്, പോളിസീസ് ഒക്കെ ഫോളോ ചെയ്ത എന്റെ ജോലി ചെയ്യുന്നത്. സോ വൈ ഷുഡ് ഐ അഫ്രൈഡ്? ഞാൻ ഇതിന് പേടിക്കണം? എന്റെ കാര്യങ്ങൾ ഞാൻ കൃത്യമായി ചെയ്യുന്നു. അത് പാലിക്കാതെ തെറ്റായ രീതിയിൽ റൂൾസ് വയലേറ്റ് ചെയ്ത് ഓർഗനൈസേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് പുറത്ത് 10 ആളുകളോട് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നവർക്ക് പേടിക്കണം, എപ്പോഴും പേടിച്ചോണ്ടേ ഇരിക്കണം. ബിക്കോസ് എപ്പോൾ എടുത്തു കളയുമെന്ന് പറയാൻ പറ്റില്ല. ഇംപ്രൂവ്സ് പെർഫോമൻസ്. ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഡിസിപ്ലിൻ പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും ഓർഗനൈസേഷന്റെ ഡിസിപ്ലിൻ പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇത്ര വരെ മനസ്സിലായോ? നമ്മൾ ഇന്ന് ഗൈഡ് ലൈൻസും പറഞ്ഞു, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ കൊണ്ടുള്ള പ്രാധാന്യവും പറഞ്ഞു. തീർന്നിട്ടില്ല കേട്ടോ, അത്രയും പറഞ്ഞു എന്ന് പറഞ്ഞതാണ്. ഓക്കെ, സോ ഐ തിങ്ക് അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഇനി മറ്റൊരു സെന്റൻസ് കൂടി അവിടെ പറയുന്നുണ്ട്. അതായത് ഓർഗനൈസേഷനിൽ ഇഫ് എംപ്ലോയീസ് ആർ എന്താ പറയാ ഫോളോയിങ് ദ ഡിസിപ്ലിൻ പോളിസി വെൽ, ഒരു ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ എല്ലാ പോളിസീസും ഡിസിപ്ലിൻ പോളിസി ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ എംപ്ലോയീസിനുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത് അവർക്ക് ദീർഘകാലം അവിടെ തങ്ങും അത്തരം ഓർഗനൈസേഷനിൽ. കാരണം വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, അതിന്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വെൽ ഇഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യും. അവരുടെ പെർഫോമൻസ് കൂടുതലായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അങ്ങനെയുള്ള ജോലിക്കാരെ എത്രയും പെട്ടെന്നൊന്നും മാനേജ്മെന്റ് പുറത്തേക്ക് കളയില്ല. എന്നുവെച്ചാൽ അവരെല്ലാത്തിലും അവര് ഓക്കെയാണ്, പക്കയാണ്. എല്ലാ കാര്യത്തിലും ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന കാര്യത്തില്, ജോലിയുടെ പെർഫോമൻസ് അവർക്ക് തരുന്ന ഔട്ട്പുട്ടിന്റെ കാര്യത്തില് എല്ലാത്തിലും അവർ പക്കയാണ്. സോ ഹൗ ക്യാൻ ദ മാനേജ്മെന്റ് റിമൂവ് സച്ച് എംപ്ലോയീസ് ഫ്രം ദ ഓർഗനൈസേഷൻ? അത്തരം എംപ്ലോയീസിനെ എങ്ങനെ എടുത്തു കളയാൻ പറ്റും? അല്ലെ, അപ്പൊ അവർക്ക് ലോങ്ങർ പീരീഡിൽ അതേ ഓർഗനൈസേഷൻ നമുക്ക് ജോലി ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ തന്നെ നമ്മളുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? ആൻഡ് ഓൾസോ ഇറ്റ് അട്രാക്ട്സ് മോർ യങ്സ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ്. ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഡിസിപ്ലിനും അവരുടെ മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്ത് ചർച്ച ചെയ്യപ്പെടും. എവിടെ? ഓർഗനൈസേഷന്റെ പുറത്ത്. സൂപ്പർ എന്താ പറയാ എംപ്ലോയീസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത്രയും അടുക്കും ചിട്ടയിൽ അവിടുത്തെ മാനേജ്മെന്റ് ഡിസിപ്ലിൻ പോളിസി ഒക്കെ അവിടുത്തെ എംപ്ലോയീസിനെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുന്നത്. കണ്ടോ? ആ ഒരു കാര്യം പുറത്ത് ഒരു എന്താ പറയാ ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരം, പല ആളുകളുടെയും വായിൽ നിന്നാണ് ആ സംസാരം അങ്ങനെ ആ സമൂഹത്തിൽ അങ്ങനെ നിലനിൽക്കുമ്പോൾ അവിടേക്ക് അത്തരം ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ പുറത്തുള്ള മറ്റു പലരും ആഗ്രഹിക്കും. അപ്പൊ അവരെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഒരു ഡിസിപ്ലിൻ പോളിസി. എന്ന് വെച്ചാൽ ഭയങ്കര ഡിസിപ്ലിൻ ഒക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പറ്റില്ല. ഫോളോ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ജോബിന്, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഡിസിപ്ലിൻ പോളിസി ഫ്രെയിം ചെയ്യുമ്പോൾ അത് കൂടുതൽ കൂടുതൽ യങ്സ്റ്റേഴ്സിനെ അത്തരം ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യും ഫോർ ജോലിക്ക് വേണ്ടിയിട്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? ലാസ്റ്റ് സെന്റൻസ് അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. The organization with the proper employee discipline not only holds its employee for a longer period but also attract more young blood. More young blood means more youngsters ആണ് കേട്ടോ. കൂടുതൽ ചെറുപ്പക്കാരായിട്ടുള്ള നല്ല നല്ല ജോലിക്കാരെ. നല്ല ചെറുപ്പക്കാരുടെ പ്രത്യേകത എന്താ?
യങ് ബ്ലഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ചെറുപ്പക്കാരുടെ പ്രത്യേകത എന്താ? സ്മാർട്ട് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും, മോർ സ്ട്രെങ്ത് ആയിരിക്കും. എന്തും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് അല്ലെ, നമ്മളുടെ നാട്ടില് ഇപ്പോ കേരളത്തില് സംബന്ധിച്ച് നോക്കുമ്പോൾ യങ്സ്റ്റേഴ്സിന്റെ അസറ്റ്, യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയുടെ അസറ്റ് ആണ്. കേരളത്തിലായിക്കോട്ടെ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അസറ്റ് ഓഫ് ഇക്കോണമിയുടെ വലിയൊരു അസറ്റ് ആണ്. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത, യങ്സ്റ്റേഴ്സ് എല്ലാം അവരുടെ പഠനങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ പൂർത്തിയാക്കി ആൻഡ് ദേ ആർ ലിവിംഗ് ദ കൺട്രി അല്ലെ, അവരവരുടെ ഫ്ലൈറ്റ് നടത്തുകയാണ്. ഫ്ലൈറ്റ് മീൻസ് പെട്ടെന്ന് അപ്രതീക്ഷിതമാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ. കാരണം ഇന്ത്യയില് ജോലി പല സ്ഥലങ്ങളിൽ ചെയ്താലും ദേ ആർ നോട്ട് ഗെറ്റിംഗ് സഫീഷ്യന്റ് ഇൻകം. അവർ ഉദ്ദേശിക്കുന്ന അവരുടെ പഠിക്കാൻ വേണ്ടി അവർ ചെലവാക്കിയതിന്റെ അല്ലെങ്കിൽ അതിന് പ്രൊപ്പോർഷനായിട്ട് ആയിട്ടുള്ള ഒരു സാലറി, ഒരു ഇൻകം കിട്ടാത്തത് കൊണ്ട് പല മറ്റ് രാജ്യങ്ങളെയും ജോലിക്ക് വേണ്ടി ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. യങ് ബ്ലഡിന്റെ എണ്ണം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഒരു വിപത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. കുറെ കൊച്ചുകുട്ടികളും കുറെ എന്താ പറയാ മിഡിൽ ഏജ്ഡും അതുപോലെ തന്നെ കുറച്ച് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളും ഒക്കെ മാത്രം അവശേഷിക്കുന്ന ഒരു സ്ഥലമൊക്കെ ആയിട്ട് മാറുമെന്നാവോ പറഞ്ഞു മാത്രം. ഓക്കെ വട്ടവർ. അപ്പൊ നമുക്കിനി അടുത്ത ഒരു പോർഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പല ചാപ്റ്റേഴ്സ് പോലെ അതിന്റെ ഹെഡുകൾ കണ്ടു. ഗ്രീവ് ആൻഡ് സ്റ്റാൻഡിംഗ്, ഡിസാറ്റിസ്ഫാക്ഷൻ among the എംപ്ലോയീസിന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള സംതൃപ്തി കുറവും ഡിസ്കണ്ടന്റ്മെന്റും ഒക്കെ നമ്മൾ കണ്ടു. കൂടാതെ നെക്സ്റ്റ് ഹെഡ് കണ്ടത് എംപ്ലോയി ഡിസിപ്ലിൻ ആണ്. എംപ്ലോയി ഡിസിപ്ലിൻ എന്നുള്ള ഒരു ടോപ്പിക് ആയിരുന്നു അടുത്തതിൽ പറഞ്ഞത്. ഇൻഡിസിപ്ലിൻ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വന്നു. ഡിസിപ്ലിൻ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഇൻഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാൽ അവർക്കെതിരെ എടുക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് എംപ്ലോയി ഹെൽത്ത്. എംപ്ലോയി ഹെൽത്തും ഉണ്ട്, എംപ്ലോയി സേഫ്റ്റിയും ഉണ്ട്. അങ്ങനെ ഇത്രയും ഭാഗങ്ങളായിട്ടാണ് 4 ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ കിടക്കുന്നത്. അപ്പോ നെക്സ്റ്റ് ഭാഗം മാനേജിങ് എംപ്ലോയി ഹെൽത്ത് ആൻഡ് ഓൾസോ മാനേജിങ് എംപ്ലോയി സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്ത് എംപ്ലോയീസിന്റെ ഹെൽത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യുക, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ടോപ്പിക് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് തന്നെ ഫസ്റ്റ് വൺ എംപ്ലോയി ഹെൽത്ത് ആണ്. എംപ്ലോയീസിന്റെ ആരോഗ്യം, ഹെൽത്ത്. വാട്ട് ഡു യു മീൻ ബൈ ആരോഗ്യം, ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്തി ആകുക. ഒരാൾ ഹെൽത്തി ആയിരിക്കുന്നത് എപ്പോഴാണെന്ന് നമ്മൾ പറയാ? when they are not having any disease or illness or sickness അല്ലെ, എന്തെങ്കിലും രോഗമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഹെൽത്തി എന്ന് വിളിക്കുക. അത് ഹെൽത്ത് എന്നുള്ളതിന്റെ ഒരു മീനിങ് ആണ്. ഓക്കെ, ഹെൽത്തി ആകുക മീൻസ് those who are free from diseases, illness or sickness. അത് അങ്ങനെയാണ് സിംപ്ലി നമ്മൾ ഹെൽത്ത് എന്ന് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ കാര്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രോഗമില്ലാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഇല്ലാതിരിക്കുക, ഏതെങ്കിലും രീതിയിലുള്ള രോഗത്തിൽ നിന്ന് വിമുക്തമായിട്ടിരിക്കുക, ഇതിനെയൊക്കെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് വിളിക്കുക. ബട്ട് ഓർഗനൈസേഷണൽ ഹെൽത്ത് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത്. ഓർഗനൈസേഷണൽ ഹെൽത്ത് എന്നോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്തോ എന്ന് വേണമെങ്കിൽ പറയാം. 2 മീനിങ് ഉണ്ട് അതിന്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ people's fitness and defensive remedy that can be applied to various industries. ഓരോ ബിസിനസ് ഓർഗനൈസേഷന് പലതരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരുടെ അത്തരം ബിസിനസ് ഓർഗനൈസേഷൻസില് ജോലി ചെയ്യുന്ന ആളുകളുടെ ഫിറ്റ്നസ്, ഞാൻ ഇന്ന ജോലി ചെയ്യാൻ ഫിറ്റ് ആണോ, എന്റെ ആരോഗ്യസ്ഥിതി, ഫിസിക്കൽ ആരോഗ്യമാകാം, മറ്റ് മെന്റൽ ആരോഗ്യമാകാം, എങ്ങനെയെങ്കിലും അത് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആരോഗ്യസ്ഥിതി എത്രത്തോളം എന്റെ ആരോഗ്യം അതിന് ഫിറ്റാണ് ആ ഒരു ജോലി ചെയ്യാൻ. മാത്രമല്ല അത്തരം എന്തെങ്കിലും ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് എതിരെ വരുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും അതിനുള്ള സൊല്യൂഷൻ, റെമഡി ചെയ്യാൻ പറ്റുന്ന ആളാണോ? അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡസ്ട്രിയൽ ഹെൽത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത് ആ ഒരു സ്ഥിതിയാണ്. മനസ്സിലായോ? ഇപ്പൊ ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതൊരു ഇച്ചിരി ഒച്ചയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ 1 മണിക്കൂർ സമയം ഇങ്ങനെ ഇരുന്ന് വാദവരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ്. സോ ഇങ്ങനെയുള്ള ഒരു ജോലിക്ക് ഒരു ആൾക്ക് ചിലപ്പോൾ അധികം സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് 1 or 2 hours ഇങ്ങനെ സംസാരിക്കുമ്പോൾ 2 hours വരുമല്ലോ. മോർണിംഗിൽ 2 സെഷൻ ഉണ്ടാവും, വേറെ ഏതെങ്കിലും ക്ലാസ് കൂടി ഉണ്ടാകും. ഈ 2 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ they may not be able to do such a job. അത്തരം ജോബ് ചിലപ്പോൾ ചെയ്യാൻ ആള് അതിന് ഫിറ്റ് അല്ല. മനസ്സിലായോ? അങ്ങനെ ഫിറ്റ് ആകുന്ന അവസ്ഥയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് വിളിക്കുക. മനസ്സിലായോ? ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ഓർ ഓർഗനൈസേഷണൽ ഹെൽത്ത് മനസ്സിലായോ?
ആ ഒരു കുഞ്ഞു പാരഗ്രാഫാണ് കേട്ടോ പറഞ്ഞേ. ആ കുഞ്ഞു പാരഗ്രാഫില് എന്താ പറയാ രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? സോ the main aim of organizational health. അപ്പൊ നമ്മൾ എന്തിനാ ഒരു ഓർഗനൈസേഷന്റെ ആരോഗ്യം എന്ന് പറയുന്നത്? ഓർഗനൈസേഷന്റെ ബിൽഡിംഗ് ഒക്കെ നല്ല സ്ട്രോങ് ഭിത്തിയൊക്കെ വെച്ച് പണിതുണ്ടാക്കി അതല്ല ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിനകത്ത് ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഹെൽത്താണ്. മനസ്സിലായോ? അതിനകത്ത് ജോലി ചെയ്യുന്ന ഏറ്റവും താഴെ മുതൽ ഏറ്റവും പൊക്കത്തിൽ വരെയുള്ള ടോപ്പ് ലെവൽ വരെയുള്ള ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും പല വലിയ വലിയ ഓർഗനൈസേഷനിൽ. ചെറിയ ചെറിയ ഓർഗനൈസേഷനിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാകുള്ളൂ. അപ്പോ ഇവിടെ ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് പറയുന്നത് ടു അവോയ്ഡ് ദ ചാൻസസ് ഓഫ് ദ ഒക്കറൻസ് ഓഫ് എനി പെർട്ടിക്കുലർ ഡിസീസസ് ഓർ ഇഞ്ചുറീസ് ഓർ ആക്സിഡന്റ്സ്. ഓക്കെ, അതായത് ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡന്റുകള് അല്ലെങ്കിൽ രോഗങ്ങള് അങ്ങനെയുള്ള ചില മുറിവുകള് അങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെ അത് ഉണ്ടാകാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുക. മനസ്സിലായി? അത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക. അതാണ് ഓർഗനൈസേഷൻ ഹെൽത്തിന്റെ പ്രധാനപ്പെട്ട എയിം. മനസ്സിലായി? ഇപ്പൊ ഞാൻ ഇവിടെ എന്താ പറയാ ഇതൊരു ഓർഗനൈസേഷൻ ആണ്. ഇവിടെ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട് ഇഫ് there is a chance to occur some particular disease, ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കാം. അത് ഉണ്ടെങ്കിൽ തന്നെ മാനേജ്മെന്റ് മനസ്സിലാക്കി അത് അവോയ്ഡ് ചെയ്യാൻ, അത്തരം സാധ്യതകളെ ഇല്ലാതാക്കാനുള്ള മെഷേഴ്സ് എടുക്കണം. അതാണ് ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് ശരി ജോലി കൊടുത്തു, ആ ജോലി കൊടുത്തു കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ചില റീസൺസ് കൊണ്ട് എംപ്ലോയി ബിക്കം ഹാവ് സം ഡിസീസ്, അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും രോഗം വന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അസുഖം വന്നു എന്ന് വിചാരിക്കാം. സോ അത് വന്നിട്ട് നമുക്ക് ചികിത്സിക്കാം എന്നതിനേക്കാൾ ഉപരി അത് അവോയ്ഡ് ചെയ്യാം. ഇഫ് ദർ ഇസ് എനി ചാൻസ് ടു ബി എ സിക്ക് പേഴ്സൺ വൈൽ ഡൂയിങ് ദാറ്റ് ജോബ്, ആ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് ആൾക്ക് എന്തെങ്കിലും രോഗം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ചാൻസിനെ അവോയ്ഡ് ചെയ്യുക. ഇറ്റ്സ് കോൾഡ് ഓർഗനൈസേഷൻ ഹെൽത്ത്. അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷന്റെ ഹെൽത്ത് അല്ലെങ്കിൽ അതിന്റെ മെയിൻ എയിം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ദിസ് എ പ്രോവർബ്. അങ്ങനെ ഒരു പ്രോവർബ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ട്, അല്ലെ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എന്താണ്? വരാതിരിക്കുന്നത് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മഴക്കാലമൊക്കെ വരുമ്പോ ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നൊക്കെ കുറെ ഇൻഫർമേഷൻസ് തരും, അല്ലെ? വെള്ളമൊക്കെ കെട്ടി കുഞ്ഞ് അടപ്പിലോ എന്താ പറയാ അടപ്പില് ചിരട്ടയില് പിന്നെന്താ പറയാ എഗ്ഗിന്റെ ഷെല്ലില് ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കമിഴ്ത്തി കളയുക, കമിഴ്ത്തിയിടുക, അല്ലെങ്കിൽ അത്ര വെള്ളം അതില് കളക്ട് ചെയ്യപ്പെടാൻ അനുവാദിക്കാതിരിക്കുക എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പാസ് ചെയ്യും. എന്തിനാ? പലതരത്തിലുള്ള പല സൂപ്പർ പേരില് അറിയപ്പെടുന്ന പല പനി ആ സമയത്ത് വരും, അല്ലെ? ഒരു സമയത്ത് ഒരു കൊല്ലത്തിൽ വരുന്ന പനിയല്ല പിന്നത്തെ കൊല്ലം കേൾക്കണേ, ഓരോ പനികളാണ് വരിക. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില മെഷേഴ്സ് ആണ് ഈ ഹെൽത്ത് സെന്റേഴ്സിൽ ഇൻഫർമേഷൻസ് ആയിട്ട് നമ്മളുടെ ഒന്നുകിൽ വീട്ടിൽ വന്ന് പറയും, അല്ലെങ്കിൽ ത്രൂ എന്താ പറയാ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഹെൽത്ത് സെന്റേഴ്സിന്റെ ഒക്കെ അടുത്തുള്ള ഗ്രാമത്തിലെ ആളുകളെയൊക്കെ ചേർത്തിട്ടുള്ള ഗ്രൂപ്പ്. അപ്പൊ അവിടേക്ക് ഇൻഫർമേഷൻസ് തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ അതൊക്കെ അനുസരിച്ചാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റും, അല്ലെ? അതല്ല ഇത് വരട്ടെ, അത് കുഴപ്പമില്ല, ആശുപത്രി ഉണ്ടല്ലോ, പോയി ചികിത്സിക്കാൻ പോരെ എന്ന മൈലോടുകൂടി പറ്റില്ല. അതുപോലെ ഓർഗനൈസേഷനും അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ എന്ത് അസുഖം വരാനാണ്? നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ വലിയ രോഗമൊന്നും വരാനില്ല. എന്നാൽ there are some organizations which are doing അതായത് ഒരുപാട് എന്താ പറയാ ആക്സിഡന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള, അല്ലെ? അങ്ങനത്തെ ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, അല്ലെ? ഇപ്പൊ ഒരു എന്തെങ്കിലും തരത്തില് എന്തെങ്കിലും മെഷീൻസ് ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ ആ മെഷീൻസ് അധികമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇപ്പൊ നോക്കാം എക്സ്റേ മെഷീൻസ് ഒക്കെ, അല്ലെ? ആ റേസ് ഒക്കെ ഇങ്ങനെ ഇപ്പോഴും അത് ആ റൂമിലിരിക്കുന്ന അത്തരം അതിനെ എന്താ പറയാ കൺട്രോൾ ചെയ്യുന്ന അത്തരം സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ റേസ് ഒക്കെ അവരിലേക്കും അത് സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ കാർഡിയോളജിയും ഉണ്ട് അതുപോലെയുള്ള റേസുകൾ ഒക്കെ വരുന്ന ചില എക്യുപ്മെന്റ്സ് ഒക്കെ റേഡിയോളജിയിലുണ്ട്. ആ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ചില ഇതുണ്ട്. പക്ഷെ അതിനെതിരെ നമുക്ക് അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രിക്കോഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രൊവൈഡ് ചെയ്യണം. സോ ദാറ്റ് എന്ത് ചെയ്യാം? അത്തരം സിക്നസ് അതുകൊണ്ടുണ്ടാകാവുന്ന രോഗങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഓർഗനൈസേഷൻ ഹെൽത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ആ സെന്റൻസ് ഒന്ന് വേഗം അണ്ടർലൈൻ ചെയ്തേ.
മെയിൻ എയിം ഓഫ് ആ സെന്റൻസ് ഫുൾ അവിടെ അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. സോ റിലേറ്റിംഗ് ടു ദ എംപ്ലോയീസ് ഹെൽത്ത്, പ്രധാനമായിട്ട് എംപ്ലോയീസിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളാണ് എംപ്ലോയി ഹെൽത്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഹെൽത്ത് ഹസാർഡ്സും മറ്റൊന്ന് ഹെൽത്ത് റിസ്കും. ഹെൽത്ത് ഹസാർഡ് ആൻഡ് ഹെൽത്ത് റിസ്ക്. ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത് can be seen in every organization. നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്തതാണ്. ഓക്കെ, എല്ലാ ഓർഗനൈസേഷൻസിലും ഹെൽത്ത് ഹസാർഡ് ഉണ്ട്. പക്ഷേ ഹെൽത്ത് റിസ്ക് എന്ന് പറയുന്നത് പല പല ഓർഗനൈസേഷൻസിൽ വ്യത്യസ്ത രീതിയിലായിരിക്കാം. എന്ന് വെച്ചാൽ ഹെൽത്ത് റിസ്ക്, ആരോഗ്യത്തിന് റിസ്ക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഹെൽത്തിന് അപകടം നിറയുന്ന കാര്യങ്ങൾ, അത് റിസ്ക് എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ്, പല ഓർഗനൈസേഷനും പല രീതിയിലായിരിക്കും. ഹെൽത്ത് ഹസാർഡ്സ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും എല്ലാ ഓർഗനൈസേഷനും ഫേസ് ചെയ്യേണ്ടത്, എല്ലാ ഓർഗനൈസേഷനും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ഹെൽത്ത് ഹസാർഡ്സ് കനോട്ട് ബി മിനിമൈസ്ഡ്. ഹെൽത്ത് ഹസാർഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ ഉണ്ടാകും, എല്ലാ ഓർഗനൈസേഷനും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒന്നാണ് ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത്. ഹെൽത്ത് റിസ്കുകൾ എന്ത് ചെയ്യാം, നമുക്ക് can be minimized by taking certain steps. അതായത് എന്തെങ്കിലും certain കണ്ടീഷൻസോ അല്ലെങ്കിൽ നല്ല ഗുഡ് എംപ്ലോയ്മെന്റ് എന്താ പറയാ വർക്കിംഗ് കണ്ടീഷൻസോ ഒക്കെ കൊടുത്ത് നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് എടുത്തോ ഒക്കെ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻ ഒക്കെ കൊടുത്ത് ഹെൽത്ത് റിസ്കുകളെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെ? അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനോ കുറയ്ക്കാനോ ഒക്കെ പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻ കൊടുക്കുക. ഇപ്പൊ ചില മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ അതിന് പ്രത്യേകം ഗൈഡ് ലൈൻ കൊടുക്കാതെ ഇങ്ങനെയാണ് ഉപയോഗിക്കട്ടെ, അല്ലാതെ ഒരു കാര്യവും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാതെയൊക്കെ എന്താ പറയാ അറിയില്ലാത്ത ആളുകളെ കൊണ്ടൊക്കെ അത് ഉപയോഗിപ്പിച്ച് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താണ്. അതല്ലാതെ പ്രോപ്പർ ഗൈഡ് ലൈൻ കൊടുത്ത് നല്ല ഗുഡ് എംപ്ലോയ്മെന്റ് വർക്കിംഗ് കണ്ടീഷൻസ്, ജോലി ചെയ്യാനുള്ള നല്ല ചുറ്റുപാടുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹെൽത്ത് റിസ്ക് മിനിമൈസ് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അതേസമയം ഹെൽത്ത് ഹസാർഡ്സ് കനോട്ട് ബി മിനിമൈസ്ഡ്. അത് നമ്മളുടെ കൺട്രോളിലുള്ളതല്ല, എല്ലാ ഓർഗനൈസേഷനും ഫേസ് ചെയ്യുന്നതാണ്. ഇൻഡസ്ട്രിയൽ ഹെൽത്ത് പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻ ഓർഡർ ടു അവോയ്ഡ് ഹെൽത്ത് റിസ്ക്. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ട് പല രോഗങ്ങളൊക്കെ ആളുകൾക്ക് എംപ്ലോയീസിന് വരില്ലേ, ആ രോഗങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ഒരുപാട് പ്രൊവിഷൻസ് ഇൻഡസ്ട്രിയൽ പ്രോഗ്രാമുകൾ, ഹെൽത്ത് പ്രോഗ്രാമുകളൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അത് അക്കോർഡിംഗ് ടു ILO ഓർ WHO. എന്താ ILOന്റെ ഫുൾ ഫോം? ഈ ചാപ്റ്ററിന്റെ തുടക്കം നമ്മൾ പറഞ്ഞു. ILO ഓർക്കണ്ടോ? ILOന്റെ ഫുൾ ഫോം എന്താ? ILO അത് നമുക്ക് അടുത്ത ദിവസം പറയാനേ പറ്റുള്ളൂ, സമയം ഏകദേശം കഴിയാറായി. എന്താ ILOന്റെ ഫുൾ ഫോം? ഇൻഡസ്ട്രിയൽ ലേബർ ഓർഗനൈസേഷൻ. സോറി, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇൻഡസ്ട്രിയൽ അല്ല, ഇൻഡസ്ട്രിയൽ ഹെൽത്ത് പറഞ്ഞോട്ടെ. WHO എന്താണ്? WHO ILOന്റെ ഫുൾ ഫോം ഓർമ്മ വെച്ചിരിക്കണേ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. WHO എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അല്ലെ? അപ്പൊ അവരൊക്കെ കുറെ പ്രോഗ്രാമുകൾ എന്താ പറയാ ഓർഗനൈസേഷനിൽ ഹെൽത്ത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടാകാൻ സാധ്യതയുള്ള അത്തരം ജോലിക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഹെൽത്ത് പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഓർ ടു അവോയ്ഡ് ജോബ് റിലേറ്റഡ് ഡിസീസസ്. ഇത്തരം ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങളെ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ ഇവിടം വരെ? ഒന്നാമത്തെ സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു. സെക്കൻഡ് പാരഗ്രാഫിലെ അടുത്തത് ആ രണ്ട് ആസ്പെക്ടുകളുടെ പേര് ചെയ്ത കേട്ടോ. പേര് ഹെൽത്ത്, 2 ആസ്പെക്ട്സ് റിലേറ്റഡ് ടു ഹെൽത്ത്, ഇഷ്യൂ ഓഫ് ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്. ആ ഒരു സെന്റൻസ് ഹെൽത്ത് ഹസാർഡ് ആൻഡ് ഹെൽത്ത് റിസ്ക് കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് തേർഡ് പാരഗ്രാഫിൽ ഹെൽത്ത് റിസ്ക് ക്യാൻ ബി മിനിമൈസ്ഡ് എന്ന് പറയുന്ന അവിടെ തുടങ്ങി ഗൈഡ് ലൈൻസ് വരെ. ബട്ട് വേണ്ട കേട്ടോ. ഹെൽത്ത് ഹസാർഡ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, ഹെൽത്ത് റിസ്കുകൾ കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞതൊക്കെ? അടുത്തതൊരു ടോപ്പിക് വേറെ ആണല്ലോ, അത് ILO കൊടുക്കുന്ന കുറെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഒക്കെ ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസ് ഹെൽത്തിന്റെ ഒബ്ജക്റ്റീവ്സും ആസ്പെക്ട്സും ഒക്കെ പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതുവരെ പഠിച്ചത് നല്ല രീതിയിൽ വായിച്ചൊക്കെ നോക്കി
വരാം. ഇനി അധികം ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല കേട്ടോ. വളരെ സിമ്പിൾ ആയ കാര്യങ്ങളാണ് ഈ പഠിക്കുന്നതൊക്കെ. കുറച്ച് സെക്ഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ സെക്ഷനിലും ഓരോ കാര്യത്തെ എംപ്ലോയി ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ സെക്ഷൻസിലും കുറെ കാര്യങ്ങൾ ക്ലോസുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയി സേഫ്റ്റിക്കും വേണ്ട ചില ക്ലോസസ് ചില സെക്ഷൻസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് രണ്ടൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ക്ലിയർ? സോ വിൽ മീറ്റ് നെക്സ്റ്റ് ഡേ. ചിലപ്പോ ഇനി ഈ ഒരാഴ്ച ചിലപ്പോ നമുക്ക് ചിലപ്പോ കാണാൻ പറ്റിയെന്ന് വരില്ല. മേ ബി നമുക്കറിയാലോ അല്ലെ, ഇനി എന്റെ ക്ലാസ് ഉള്ളത് എന്നായിരുന്നു ഫ്രൈഡേ കാണുവാണ്. ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ എനിക്ക് വേറെ ഉണ്ടാകാൻ സാധ്യതയില്ല. സോ അതൊക്കെ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് വരും. സോ സി യു. താങ്ക് യു. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് ഓൾ ഓഫ് യു. സെലിബ്രേറ്റ് ഓണം ഹാപ്പിലി. ഓണമൊക്കെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Same to you. ഓക്കെ, താങ്ക് യു. Bye, ma'am.